ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഒക്ടോബർ 3-ന് നവരാത്രി ആരംഭിക്കുകയാണ്. ജ്യോതിഷപരമായും നവരാത്രി വളരെയധികം പ്രധാനമുള്ള ഒന്ന് തന്നെയാണ്. ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാരണഭൂതനായ ശുക്രൻ നിലവിൽ സ്വരാശിയായ തുലാത്തിലാണ് ഭ്രമണം ചെയ്യുന്നത്. തുലാം രാശിയിലെ ശുക്രൻ വളരെ വിശേഷപ്പെട്ട ചില രാജയോഗങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അതിലൊന്നാണ് കേന്ദ്ര ത്രികോണ രാജയോഗം. കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ ഈ നവരാത്രി കാലത്ത് ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യവും ധനനേട്ടവും ഇവർക്ക് അപ്രതീക്ഷിതമായി സമ്മാനിക്കും. 2024 ഒക്ടോബർ മാസത്തിൽ ആദിത്യൻ കന്നി തുലാം രാശികളിലായി സഞ്ചരിക്കുന്നു. ആദിത്യൻ ഒക്ടോബർ 16 വരെ കന്നി രാശിയിലാണ്. തുടർന്ന് തുലാം രാശിയിലും അത്തം, ചിത്തിര, ചോതി എന്നീ ഞാറ്റുവേലകളിലും ഇക്കാലത്ത് വരുന്നതാണ്. ചന്ദ്രൻ മാസാദ്യം കറുത്ത പക്ഷത്തിലാണ്. ഒക്ടോബർ 2-ന് ബുധനാഴ്ച അമാവാസി വന്നു ചേരും. ഒക്ടോബർ 4 മുതൽ 13 വരെയാണ് കേരളത്തിലെ നവരാത്രി കാലം. കേരളത്തിലെ വിജയദശമി 13-നും അയൽ സംസ്ഥാനങ്ങളിൽ 12-നുമാണ് ആചരിക്കുന്നത്. ഒക്ടോബർ 17 വെളുത്തവാവാണ്. ഒക്ടോബർ 31 വ്യാഴാഴ്ച ദീപാവലി അഥവാ നരക ചതുർത്ഥിയാണ്. ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുന്നു. വ്യാഴം ഇടം രാശിയിൽ മകയിരത്തിലുമാണ്. രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും കേതു കന്നിയിൽ അത്തത്തിലും സഞ്ചരിക്കുന്നു. ബുധൻ കന്നി രാശിയിലാണ്. ഒക്ടോബർ 10-ന് തുലാത്തിലേക്കും 30-ന് വൃശ്ചികത്തിലേക്കും സംക്രമിക്കുന്നു. ഒക്ടോബർ 19 വരെയാണ് ബുധന് മൗഢ്യമുണ്ടാകുന്നത്. ശുക്രൻ മാസത്തിന്റെ തുടക്കത്തിൽ തുലാം രാശിയിലാണ്. ഒക്ടോബർ 13-ന് വൃശ്ചികത്തിൽ പ്രവേശിക്കുന്നുമുണ്ട്. ചൊവ്വ ഈ മാസാരംഭത്തിൽ മിഥുനം രാശിയിലാണ്. ഒക്ടോബർ 20-ന് നീചക്ഷേത്രമായ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നു. ഒക്ടോബർ 28 വരെ പുണർദം നാളിലുമാണ്. തുടർന്ന് പൂയത്തിലേക്ക് കടക്കും. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ 2024 ഒക്ടോബർ മാസത്തിലെ നക്ഷത്രഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ആദിത്യ ബുധന്മാരും കേതുവും 6-ാം ഇടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യവിജയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നതാണ്. സുചിന്തമായ തീരുമാനങ്ങൾ, കൃത്യമായ നിർവഹണം എന്നിവ അഭിനന്ദനം നിങ്ങളെ തേടിയെത്തും. പുതിയ കാര്യങ്ങൾ അറിയുവാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരിൽ ഉത്സാഹശീലം സംക്രമിപ്പിക്കുവാനും നിങ്ങളാൽ കഴിയും. ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ചുറ്റും ആളുണ്ടാവുന്നത് നിങ്ങളെ എല്ലാ കാര്യത്തിലും വിജയത്തിലെത്തിക്കുന്നതാണ്. മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന അനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കും. മറ്റുള്ളവരുടെ സംതൃപ്തിയേക്കാൾ കൂടുതൽ ആത്മഹർഷത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകുന്നതായിരിക്കും. സഹോദരന്മാരുടെ പൂർണ്ണമായ സഹകരണം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 17 മുതൽ സൂര്യൻ്റെ തുലാം രാശിപ്രവേശം, ചൊവ്വയുടെ 4-ലെ സ്ഥിതി എന്നിവ വരികയാൽ ഗുണാനുഭവങ്ങൾക്ക് അല്പം മങ്ങലേക്കുവാൻ സാധ്യതയുണ്ട്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. പ്രയോജനമുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രാവർത്തികമാക്കുവാനും അനുകൂലമായ ഗ്രഹസ്ഥിതിയാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. തൊഴിലിൽ യാതൊരു തടസ്സങ്ങളും ഇനി ഉണ്ടാകില്ല. തൊഴിൽ അന്വേഷണം എല്ലാ രീതിയിലും വിജയം കാണും. ഗവേഷകർക്ക് പ്രബന്ധ രചന പൂർത്തിയാക്കുവാനും ബുധൻ ബൗദ്ധികമായ ഉണർവുണ്ടാക്കും. ശുക്രന്റെ സ്ഥിതിയാൽ കുടുംബ ഭദ്രത നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിത നിലവാരം വളരെയധികം ഉയരും. ഊഹക്കച്ചവടത്തിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാവുന്നതാണ്. നവസംരംഭങ്ങൾ തുടങ്ങുവാൻ എല്ലാ രീതിയിലും നിങ്ങൾക്ക് കഴിയുന്നതാണ്. കൃഷിയിൽ ഈ സമയത്ത് വളരെയധികം താല്പര്യം ജനിക്കുന്നതുമാണ്. വസ്തുവകകളിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം വളരെയധികം കിട്ടുന്നതാണ്. സൂര്യൻ തുലാം രാശിയിൽ പ്രവേശിക്കുന്ന ഒക്ടോബർ 17 മുതൽ കാര്യങ്ങൾ അല്പം മന്ദഗതിയിൽ തുടരും. അലസത പിടിപെടുവാനും ഇടയുണ്ട്. സമയബന്ധിതമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ ഒക്ടോബർ 17 മുതൽ വന്നു ചേരും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. മേടരാശിക്കാർക്ക് ആദ്യ പകുതിയും ഇടവം രാശിക്കാർക്ക് രണ്ടാം പകുതിയും വളരെയധികം ആശ്വാസകരമാകും.
നേട്ടങ്ങളിൽ കർമ്മപുഷ്ടി തന്നെയാണ് നിങ്ങൾക്ക് പ്രധാനം. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര ചുമതല ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിലന്വേഷണം എല്ലാ രീതിയിലും സഫലമാകും. സഹപ്രവർത്തകരുടെ സഹകരണം നിങ്ങൾക്ക് വന്നു ചേരും. ഇഷ്ടവസ്തുക്കൾ വാങ്ങുവാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. ഗാർഹിക രംഗത്ത് സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. കുടുംബകാര്യങ്ങൾക്ക് വേണ്ടത്ര സമയം നീക്കിവെക്കുവാനും മനസ്സർപ്പിക്കുവാനും സാധിക്കും. കിടപ്പ് രോഗികൾക്ക് എല്ലാ രീതിയിലുമുള്ള ആശ്വാസം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം കൂടിയാണ്. മേട രാശിക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ മാനസിക സമ്മർദ്ദവും സാമ്പത്തികമായ ഞെരുക്കവും അനുഭവപ്പെടും. ഇടവ രാശിക്കാർക്കാകട്ടെ മാസാദ്യത്തിൽ ചില പിടിപ്പുകേടുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ്. പ്രണയക്ലേശത്തിനും ഈ രാശിക്കാർക്ക് സാധ്യതയുണ്ട്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ഈ മാസം ആലോചനകളും പുനരാലോചനകളും ആവർത്തിക്കും. നിങ്ങളുടെ സൗഹൃദങ്ങളും ബന്ധുത്വവും നിലനിർത്തുന്നതിനു വേണ്ടി വളരെയധികം വെല്ലുവിളി അനുഭവപ്പെടും. ദൗത്യം ഏൽപ്പിച്ചവർ പിൻവലിയാൻ ഇടയുണ്ട്. ആശയവിനിമയത്തിൽ അവ്യക്തത നിഴലിച്ചേക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിക്കാവും മേന്മ അധികം നിങ്ങൾക്ക് വന്നു ചേരുക. തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൂമിയുടെ ക്രയവിക്രയത്തിലെ എല്ലാവിധ തടസ്സങ്ങളും നീങ്ങുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഏകാഗ്രത വളരെയധികം വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ്. സാങ്കേതിക ജ്ഞാനം നിങ്ങൾക്ക് നേടുവാൻ കഴിയും. തൊഴിലിടത്തും എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരെയും ഏകോപിപ്പിക്കുന്നതിൽ വിജയം കൈവരിക്കുന്നതാണ്. ധനപരമായി വളരെയധികം നേട്ടമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം കാത്തിരിക്കുന്നത്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ഇടവം രാശിക്കാർക്ക് 5, 6 രാശികളിലും മിഥുന രാശിക്കാർക്ക് 4, 5 രാശികളിലും ആദിത്യൻ സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അവ പ്രയോഗിക്കുവാനും വളരെയധികം ഉത്സാഹമുണ്ടാകും. അലസത മിഥുനം രാശിക്കാർക്ക് അല്പം കൂടുവാൻ ഇടയുണ്ട്. എന്നാലും ലക്ഷ്യ നിർവഹണത്തിൽ നിന്നും പിന്നോട്ട് നിങ്ങൾ പോകില്ല. പുതിയ വാഹനം വാങ്ങുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സമയമല്ല. സുഹൃത്ത് ബന്ധം വളരെയധികം ദൃഢമാകുന്ന ഒരു മാസമാണ്. അകലെയുള്ള ബന്ധുഗൃഹം സന്ദർശിക്കുവാൻ അവസരം ലഭിക്കും. മുടങ്ങിപ്പോയ കലാപഠനം പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. വസ്തു വ്യാപാരം എല്ലാ രീതിയിലും മന്ദഗതിയിലാകുവാൻ ഇടയുണ്ട്. മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വീട്ടിൽ പോയി താൽക്കാലികമായി താമസിക്കേണ്ട ഒരു അവസ്ഥ സംജാതമാകും. വായ്പകൾ അടയ്ക്കുന്ന കാര്യത്തിൽ അല്പം ക്ലേശിക്കേണ്ടി വരുന്ന ഒരു മാസമാണ് മകയിരം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ആദിത്യൻ 4, 5 രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ചൊവ്വയും ജന്മരാശിയിൽ ഉള്ളതിനാൽ കരുതൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനിവാര്യമാണ്. സഹായങ്ങളിൽ നിന്നും പിന്തിരിയണം. ധനപരമായ അച്ചടക്കം പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ ഒരു രീതിയിലും അനാസ്ഥ അരുത്. ഒപ്പം തന്നെ സ്വന്തം ആരോഗ്യ കാര്യങ്ങളിലും ജാഗ്രത വേണ്ട ഒരു മാസം കൂടിയാണ്. മറ്റുള്ള ആളുകൾക്ക് ജാമ്യം നിൽക്കുന്നത് എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാവണം. നിങ്ങളുടെ നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് ഒരു രീതിയിലും നല്ലതല്ല. ദിവസ കരാറുകൾ എല്ലാം പുതുക്കപ്പെട്ടേക്കുന്നതാണ്. ഏജൻസി ഇടപാടുകൾ ഒരുവിധം ലാഭകരമാകും. വാഹനം വാങ്ങുന്നത് പിന്നീടത്തേക്കാക്കുക എന്നത് വളരെയധികം ഉചിതമായ ഒരു തീരുമാനമാണ്. നിങ്ങളുടെ ഭാവന ഉണർന്ന് പ്രവർത്തിക്കുന്നത് കലാകാരന്മാരായ ആളുകൾക്ക് വളരെയധികം ഗുണകരമാകും. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. പുണർതം നക്ഷത്രക്കാർക്ക് ഗ്രഹാനുകൂല്യം വേണ്ടത്ര ഇല്ലാത്ത കാലമാകയാൽ പണം മുടക്കിയുള്ള പുതിയ സംരംഭങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ തുനിയരുത്. സാഹസ കർമ്മങ്ങൾ ഒഴിവാക്കണം. ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പം തുടരുന്നതാണ്. ലക്ഷ്യം നേടുവാൻ ആവർത്തിത പരിശ്രമങ്ങൾ ആവശ്യമായി വരുന്ന ഒരു മാസം കൂടിയാണ്. ഗൃഹത്തിൽ സമാധാനം കുറയുവാൻ ഇടയുണ്ട്. ജന്മനക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കിയാൽ പെട്ടെന്ന് നിങ്ങൾ പ്രകോപിതരാകും. ഗൃഹനിർമ്മാണമെല്ലാം മെല്ലെയാകുവാൻ ഇടയുണ്ട്. ആരോഗ്യ പരിരക്ഷയിൽ ഒരു രീതിയിലുമുള്ള അലംഭാവമരുത്. വിദേശ പഠനത്തിന് നിങ്ങൾക്ക് അനുമതി വൈകുവാനിടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം വന്നില്ലെങ്കിൽ കടബാധ്യതയ്ക്ക് സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ്. കർക്കിടക രാശിക്കാരായ പുണർതം നക്ഷത്രക്കാർ ഒക്ടോബർ പകുതി വരെ കർമ്മരംഗത്തിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.
അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. ആദിത്യൻ 3, 4 രാശികളിൽ സഞ്ചരിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ആദിത്യൻ കന്നിയിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിലിൽ അഭിവൃദ്ധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വേതന വർധനവ് ഉണ്ടാകും. ജോലിയിൽ ഉയർച്ചയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അധികാരികളുടെ അനുകൂലമായ എല്ലാവിധ സഹായവും നിങ്ങൾക്ക് വന്നുചേരും. സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും വളരെയധികം മുക്തിയാണ് പൂയം നക്ഷത്രക്കാർക്ക് വന്നെത്തുവാൻ പോകുന്നത്. പരാശ്രയത്വം കുറയും. കുടുംബത്തിൽ സമാധാനം എല്ലാ രീതിയിലും പുലരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനോന്മുഖത വർദ്ധിക്കും. ഗൃഹം മൂടി പിടിപ്പിക്കും. ഒക്ടോബർ 17 ആദിത്യൻ തുലാത്തിലേക്കും 20 കുജൻ കർക്കിടകത്തിലേക്കും സംക്രമിക്കുന്നത് പ്രതികൂലതയ്ക്ക് കാരണമാകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാം. വിരോധികൾ മൂലം മനശല്യം ഭവിക്കുവാൻ ഇടയുണ്ട്. എല്ലാ കാര്യങ്ങളിലും സുഗമത കുറയുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് പല രീതിയിലുമുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. അവ അല്പപ്രയത്നത്താൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. തൊഴിലിടത്ത് വളരെയധികം സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. സംഘടനയുടെ നേതൃത്വ പദവികളിൽ വരെ നിങ്ങൾ എത്തിപ്പെടുന്നതാണ്. നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വിജയിക്കുവാൻ സാധിക്കും. വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം സാമ്പത്തിക നിക്ഷേപം നിങ്ങൾക്ക് നടത്തിയാൽ വളരെയധികം ലാഭം കൊയ്യുവാൻ സാധിക്കും. അവിവാഹിതരായ ആളുകൾക്ക് നല്ല ആലോചനകൾ വന്നെത്തുന്നതാണ്. ഭൂമി വിൽപ്പനയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അമളി പറ്റുവാൻ ഇടയുണ്ട്. സഹോദരങ്ങളുടെ ആശയങ്ങളോട് പിണങ്ങുവാൻ ഇടയുള്ള ഒരു മാസം കൂടിയാണ്. ചെറു യാത്രകൾ നിങ്ങൾക്ക് ഈ കാലയളവിൽ വേണ്ടിവരും. മക്കളുടെ താല്പര്യം മുൻനിർത്തി പുതിയ വാഹനം വാങ്ങുവാൻ ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മാസം കൂടിയാണ്. മാസത്തിൻ്റെ 2ാം പകുതിയിൽ ചെലവ് അല്പം വർദ്ധിക്കുവാൻ ഇടവരും. വൃദ്ധജനങ്ങളുടെ പരിപാലനത്തിൽ വളരെയധികം ജാഗ്രത വേണ്ട ഒരു മാസം കൂടിയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. 2ാം രാശിയിലും 3ാം രാശിയിലും ആദിത്യൻ സഞ്ചരിക്കുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ വന്നുചേരും. സമയബന്ധിതമായി പലതും നിങ്ങൾക്ക് പൂർത്തിയാക്കുവാൻ കഴിയില്ല. ലഘുപ്രയത്നത്താൽ നേടേണ്ട കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. നിങ്ങളുടെ മേലധികാരിയുടെ അനിഷ്ടം നേരിടേണ്ടി വരുന്ന ഒരു മാസം കൂടിയാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം വിഷമാവസ്ഥയുണ്ടാകും. മാസത്തിൻ്റെ 2ാം പകുതി വളരെയധികം ശോഭനമായിരിക്കും. തൊഴിലന്വേഷണം ശുഭപര്യാപ്തമായി ആവും. പണയ വസ്തു വീണ്ടെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും തടയുവാൻ സാധിക്കുന്നതാണ്. സഹായ വാഗ്ദാനങ്ങളെല്ലാം സഫലമാകുന്നതാണ്. കുട്ടികളുടെ പഠനോന്നതിയിൽ വളരെയധികം സംതൃപ്തി അനുഭവപ്പെടും. കുടുംബത്തോടൊപ്പം ചെലവഴിക്കുവാൻ സമയവും സൗകര്യവും ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നുചേരും. അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ആരോഗ്യപുഷ്ടിയും നേടുന്ന ഒരു മാസം കൂടിയാണ് മകം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പല കാര്യങ്ങളും മനസ്സിൽ നിങ്ങളുടെ തീരുമാനിക്കപ്പെടും. എന്നാൽ പ്രായോഗികമാക്കുക എന്നത് വളരെയധികം ശ്രമകരമായ കാര്യമാണ്. സഹിഷ്ണുത പരീക്ഷിക്കപ്പെടും. സഹോദരങ്ങളുടെ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ്. വ്യവഹാരങ്ങളിൽ വിജയത്തിന് സാധ്യതയുണ്ട്. മത്സരബുദ്ധി ഉപേക്ഷിക്കുകയുമില്ല. മാസത്തിൻ്റെ 1ാം പകുതിയിലാകും വളരെയധികം സ്ഥിതി മെച്ചപ്പെടുവാൻ പോകുന്നത്. ഒക്ടോബർ 17 മുതൽ സ്ഥിതിയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. സാമൂഹ്യമായ അംഗീകാരം കൂടുതലായി വരുന്ന ഒരു മാസം കൂടിയാണ്. സ്ത്രീകളുടെ അകമഴിഞ്ഞ പിന്തുണ നിങ്ങൾക്ക് വന്നു ചേരും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് സ്വീകാര്യമാകും. വായന, പഠനം, കലാപരിശീലനം ഇവയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. മക്കളുടെ ഭാവി കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുവാനും നിങ്ങൾക്ക് ഈ മാസം സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ചിങ്ങരാശിക്കാർക്ക് മാസത്തിൻ്റെ 2ാം പകുതി കൂടുതൽ ഗുണകരമാകും. നിങ്ങളുടെ പ്രയത്നം എല്ലാ രീതിയിലും സഫലമാകുന്നതാണ്. കൊടുക്കുവാനുള്ള തുക ഭാഗികമായി നൽകുവാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കും. പിതാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെയധികം സമയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കന്നി രാശിക്കാർക്ക് ഏറെക്കുറെ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ മാസം മുഴുവനും വന്നു ചേരുക. വ്യവഹാരങ്ങൾ ഒഴിവാക്കുവാനാകും. അലച്ചിലുണ്ടാകും. കുടുംബാംഗങ്ങളുടെ തീരുമാനം മനസ്സില്ലാ മനസ്സോടെ നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു മാസമാണ്. പൂർവ്വ സഹപാഠികളുടെ യോഗം വിളിച്ചുകൂട്ടും.
കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നത് എല്ലാ രീതിയിലും ഗുണകരമായിരിക്കും. ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങൾ നിർബന്ധിതരാകുന്ന ഒരു മാസമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ജന്മരാശിയിലും രണ്ടിലുമായി ആദിത്യനും ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിലായി കേതുവും സഞ്ചരിക്കുന്ന കാലമാണ്. അനായാസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെയധികം ആയാസത്തോടെ ചെയ്യേണ്ടി വരും. തീരുമാനങ്ങൾക്കെല്ലാം വളരെയധികം മന്ദഗതിയാണ് വന്നു ചേരുക. കയ്യിൽ കരുതി വച്ചിരുന്ന പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കപ്പെടും. ഊർജ ശോഷണം അനുഭവപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ജാഗ്രത വേണ്ട ഒരു സമയം കൂടിയാണ്. വലിയ നേട്ടങ്ങളും ലാഭവും പ്രതീക്ഷിച്ച സ്ഥലത്ത് സാമാന്യമായി നിങ്ങൾക്ക് വിജയിക്കുവാനായി സാധിക്കുകയുള്ളൂ. ശനി, വ്യാഴം, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂല അവസ്ഥയിലാകുകയാൽ ശത്രുക്കളെ അതിജീവിക്കുവാനും കലാപരമായി ഉയരുവാനും ചില ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുവാനും ഇടവരുന്നതാണ്. ഈ മാസം ആത്മീയമായ ഉണർവിനും സാധ്യതയുണ്ട്. ഒക്ടോബർ 20 മുതൽ മെച്ചപ്പെട്ട ഫലങ്ങളായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. കന്നി രാശിക്കാർക്ക് ജന്മത്തിലും തുലാം രാശിക്കാർക്ക് 12ലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നു. പുറമേ പറഞ്ഞില്ലെങ്കിലും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇവരെ അലട്ടുന്നത്. വിചാരിച്ച കാര്യങ്ങളിൽ ഭാഗിക വിജയം മാത്രമാണ് വന്നു ചേരുന്നത്. പ്രതീക്ഷിച്ച കേന്ദ്രങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്ന ഒരു മാസമല്ല. ഭാര്യ ഭർത്താക്കന്മാർ വ്യത്യസ്ത ജോലി സ്ഥലത്ത് തുടരുകയാൽ കുടുംബകാര്യങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ കഴിവ് മുഴുവനായി പ്രദർശിപ്പിക്കുവാൻ കഴിയില്ല. ലോൺ അപേക്ഷ നിങ്ങളുടെ നിരസിക്കപ്പെടുവാൻ ഇടയുണ്ട്. പുതിയതായി ആവിഷ്കരിച്ച പദ്ധതികളിൽ ഉപഭോക്താക്കളുടെ പ്രതികരണം തണുത്തതായിരിക്കും. പ്രൊഫഷണലുകൾക്ക് മത്സരങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരു മാസം കൂടിയാണ്. കലാപ്രവർത്തകർക്ക് മുന്നേറുവാനുള്ള അവസരം ഈശ്വരാനുഗ്രഹത്താൽ സിദ്ധിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാർക്ക് അധ്വാന ഭാരം അമിതമാകും. നേരത്തെ പ്രവർത്തനം തുടങ്ങി വൈകി അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതി സംജാതമാകുന്നതാണ്. ഔദ്യോഗിക യാത്രകൾ വിജയിക്കുമെങ്കിലും ദേഹത്തിന് ആയാസമുണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് സ്വയം ആവിഷ്കരിക്കുന്ന ആശയങ്ങൾക്ക് സഹപ്രവർത്തകരിൽ നിന്നും സമ്മിശ്രമായ പ്രതികരണമാകും വന്നു ചേരുക. ഗവേഷണത്തിന് വേണ്ടത്ര സമയം കിട്ടില്ല. ഭൗതികമായ ആവശ്യങ്ങൾക്ക് എല്ലാ രീതിയിലും തടസ്സം കൂടാതെ നിറവേറ്റപ്പെടുന്നതാണ്. ധന നിക്ഷേപം ഉയരുകയും പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണം, വസ്തു, ആഭരണങ്ങൾ ഇവ വാങ്ങുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. സൗഹൃദം ഹൃദയബന്ധമായി മാറുവാനിടയുണ്ട്. കുടുംബത്തിൻ്റെ പിന്തുണ നിങ്ങൾക്ക് എല്ലാ രീതിയിലും വന്നുചേരും. ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ജോലിപരമായും മറ്റും കുറഞ്ഞൊരു കാലം അകന്നു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നുചേരുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. 12ലും ജന്മരാശിയിലും ആദിത്യൻ സഞ്ചരിക്കുകയാൽ തുലാം രാശിക്കാർക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അനുഭവങ്ങളിൽ കയ്പുരസം വന്നു ചേരും. നിങ്ങളുടെ അധ്വാനഭാരം പതിവുള്ളതിലും കൂടുതലാകുവാൻ ഇടയുണ്ട്. കൂടുതൽ നേരം ഓഫീസിൽ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഭവിക്കുന്നതാണ്. പിതൃപുത്ര ബന്ധത്തിൽ രമ്യത കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അലച്ചിലുകൾ വളരെയധികം ആവർത്തിക്കുവാനിടയുണ്ട്. അത്യാവശ്യങ്ങൾക്കുള്ള ധനം വന്നു ചേരും. വൃശ്ചിക രാശിക്കാർക്ക് ഗുണവത്തായ ഒരു കാലമാണ്. അധികാരികളുടെ നല്ല പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇടം പിടിക്കുവാൻ സാധിക്കും. കരാർ ജോലികൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. ആയതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ധന നേട്ടവും സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കുടിശ്ശികകളും അടച്ചു തീർക്കുവാനും സാമ്പത്തികമായി ഉയരുവാനും വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ആദിത്യൻ, ബുധൻ, കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ 11-ലാകയാൽ അധ്വാനം സഫലമാകുന്നതാണ്. ന്യായമായ ഭൗതിക തൃഷ്ണകൾ നിറവേറ്റപ്പെടും. ഊഹക്കച്ചവടം, ഇൻഷുറൻസ്, ഭാഗ്യക്കുറി ഇവയിൽ നിന്നും വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ സങ്കല്പിച്ചതിലും അധികം വില ലഭിക്കുകയും വളരെയധികം ധനനേട്ടവും വന്നുചേരും. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര ചുമതല കിട്ടുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ചുവടുറപ്പിക്കുവാനും അണികളെ വളർത്തുവാനും നിങ്ങൾക്ക് ഈ മാസം സാധിക്കുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം സമാധാനം സംജാതമാകും. മകനോ മക്കൾക്കോ ജോലി കിട്ടുവാൻ ഇടയുണ്ട്.
കിടപ്പ് രോഗികൾക്ക് എല്ലാ രീതിയിലും സമാശ്വാസം ഭവിക്കുന്നതാണ്. ഒക്ടോബർ 11 ശേഷം കാര്യസാധ്യം പതുക്കെയാകും. നേട്ടങ്ങൾക്ക് കണക്കാക്കിയ അത്രേ മികവോ വ്യാപ്തിയോ ഉണ്ടാകില്ല. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നവോന്മേഷം സംജാതമാകും. പ്രവർത്തനങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ അർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനുള്ള അനുമതി രേഖ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ബാങ്കിൽ സമർപ്പിച്ച വായ്പ അപേക്ഷകർക്ക് അനുകൂല ഫലം കിട്ടും. സ്വാശ്രയ വ്യാപാരത്തിൽ നിന്നും ധനം മിച്ചം പിടിക്കുവാൻ കഴിയുന്നതാണ്. പാരമ്പര്യ തൊഴിലുകളിൽ വളരെയധികം മികവ് ദർശിക്കുവാനാകും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പ്രീതി നേടും വിധം പ്രവർത്തിക്കുവാൻ സാധിക്കും. പഴയ കാലത്തോട് താല്പര്യം വർദ്ധിക്കുന്നതാണ്. പഴയ വസ്തുക്കൾ ശേഖരിക്കുവാൻ ശ്രമം നിങ്ങൾ തുടരുന്നതാണ്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനമുണ്ടാകുവാൻ ഇടയുണ്ട്. ബന്ധുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒക്ടോബർ അവസാന ആഴ്ച ഗുണഫലം അല്പം കുറയുവാനും ഇടയുള്ള ഒരു മാസം കൂടിയാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. കഴിഞ്ഞ കുറേ കാലത്തെ വ്യക്തിപരവും ഔദ്യോഗികവുമായ ക്ലേശങ്ങൾക്ക് അവസാനം വന്നെത്തുന്നു. ജീവിതം പ്രതീക്ഷ നിർഭരമാകും. ആത്മവിശ്വാസം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ്. അർഹതയുള്ള തൊഴിൽ കിട്ടാത്തതിന് വിഷമങ്ങളെല്ലാം ഈ മാസം തീരുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ധന ഉയർച്ചയുണ്ടാകും. സംരംഭങ്ങൾക്ക് സർക്കാരിൻ്റെ അംഗീകാരം വന്നെത്തും. പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. കടബാധ്യതയെല്ലാം പരിഹരിക്കുവാനുള്ള വഴികൾ വന്നുചേരും. പിതാവിന് ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിച്ചു തുടങ്ങും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പൂവണിയുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വിവാഹ തീരുമാനത്തിലേക്കും എത്തുകയും ചെയ്യും. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. കർമ്മരംഗത്തെ ചുടുപ്പും ഉദാസീനതയും മാറും. അധികാരികൾ പ്രോത്സാഹിപ്പിക്കും. ദുർഘട പ്രശ്നങ്ങളെല്ലാം അവസരോചിതമായി പരിഹരിച്ച് സഹപ്രവർത്തകരുടെ പിന്തുണ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഗാർഹിക കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കും. മക്കളുടെ ജോലി കാര്യങ്ങളിലെ എല്ലാവിധ പ്രശ്നങ്ങളും മാറുകയും ചെയ്യും. വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ചികിത്സാ മാറ്റം വളരെയധികം ഗുണവത്താവുന്നതാണ്. വീട് മാറുന്ന കാര്യം തൽക്കാലം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ശുക്രന്റെ സൽസ്വഭാവസ്ഥിതിയിൽ സംരംഭങ്ങളിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ വന്നെത്തും. കലാപരമായ പഠനത്തിന് അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ്. വായ്പകളെല്ലാം എല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. നവീന ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മാനസിക പിൻബലം നിങ്ങൾക്ക് വളരെയധികം ശക്തി പകരുന്ന ഒരു മാസമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ധനു രാശിക്കാർക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ്. മകര രാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലിൽ തടസ്സം നീങ്ങുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കിട്ടുവാൻ ഇടയുണ്ട്. പുതിയ ഭാഷ, സാങ്കേതിക വിഷയങ്ങൾ, പരീക്ഷാ പരിശീലനം ഇവ പഠിക്കുവാൻ അവസരം വന്നുചേരും. സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് മുഴുവാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ പ്രശ്നത്തിൽ സക്രിയമായി ഇടപെടുവാനും സാധിക്കുന്നതാണ്. ഊഹക്കച്ചവടത്തിലുള്ള ആളുകൾക്ക് വളരെയധികം ധനനേട്ടം വന്നുചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവസരങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ്. കുടുംബസമേതമുള്ള തീർത്ഥാടന യാത്രകൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും നൂതനമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാഹചര്യം ഒരുങ്ങുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. സ്വയം തിരുത്തുവാൻ സന്നദ്ധത ഉണ്ടാകും. ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനത്തിന് അവസരം വന്നുചേരും. സഹോദരാനുകൂല്യം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേരുന്ന മംഗളവേളകൾ വന്നെത്തുന്നതാണ്. ഭൂമി, വസ്തു ഇവയിൽ നിന്നും ആദായം വർദ്ധിക്കുന്ന ഒരു മാസമാണ്. ശാരീരിക ക്ലേശത്തിനും യാത്രാ മൂലമുള്ള ദുരിതത്തിനും അല്പം സാധ്യതയുണ്ട്. ഒക്ടോബർ 2ാം പകുതി മുതൽ കൂടുതൽ ഗുണപ്രദമായ കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നതാണ്. തൊഴിലിടത്തിൽ ആതിഥ്യം സ്ഥാപിക്കുവാനും നിങ്ങളുടെ നവസംരംഭങ്ങൾ ബാലാരിഷ്ടത കടന്നു മുന്നോട്ടു പോകും. ദൈവിക സമർപ്പണം യഥാവിധി നടത്തിയാൽ മനസന്തോഷം വളരെയധികം വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ്.
നിങ്ങളുടെ മേലധികാരിയുടെ പ്രീതി നേടുവാനും ന്യായമായ ആവശ്യങ്ങൾക്ക് വളരെയധികം ധനം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. സമൂഹത്തിന്റെ ആദരവും സ്വീകാര്യതയും ലഭിക്കുന്ന ഒരു മാസമാണ്. അധികാരമുള്ള സ്ഥാനങ്ങളോട് ആകർഷണം വർദ്ധിക്കും. അവ നേടിയെടുക്കുവാനായി ശ്രമിക്കുന്നതാണ്. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കും. ധനപരമായി നല്ല അച്ചടക്കം പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ്. വരവ് മോശമാവില്ല എന്ന ധൂർത്ത് എല്ലാ രീതിയിലും ഒഴിവാക്കേണ്ട ഒരു മാസം കൂടിയാണ്. പുതിയ കാര്യങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കില്ല. മകരം രാശിക്കാർക്ക് ഭൂമിയിൽ നിന്നും ആദായം വളരെയധികം വർദ്ധിക്കുന്നതാണ്. കുംഭരാശിക്കാർക്ക് മക്കളുടെ നിർബന്ധശീലം വിഷമം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. വ്യാപാരികൾ ഇപ്പോൾ ഒരുപാട് മുതൽ മുടക്കുന്നത് നല്ലതല്ല. മാതാപിതാക്കൾക്ക് അന്യനാട്ടിൽ മക്കളോടൊപ്പം താമസിക്കേണ്ട ഒരു അവസ്ഥയും വന്നു ചേരുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാർക്ക് ജോലി ഭാരം വളരെയധികം കൂടുന്ന ഒരു മാസമാണ്. സമ്മർദ്ദങ്ങൾ മൂലം മാനസികാവസ്ഥ നിങ്ങളുടെ വ്യതിചലിക്കുവാൻ ഇടയുണ്ട്. സാമ്പത്തിക അച്ചടക്കത്തിൽ അശ്രദ്ധ വന്നുചേരും. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് സമാശ്വാസത്തിന് വഴിയൊരുക്കും. കുടുംബാംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് ഇപ്പോൾ ആശ്വാസകരമാവില്ല. ഒക്ടോബർ 17 ശേഷം ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നുചേരും. പ്രവർത്തന രംഗത്തിലെ അസ്വസ്ഥതയെല്ലാം മാറി വളരെയധികം സൗഭാഗ്യവും ധനനേട്ടവും നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഒരു രീതിയിലും സ്ഥിരത്വം ഉണ്ടാകുന്ന ഒരു മാസമല്ല. അക്കരപ്പച്ച എന്ന മനോഭാവം ശക്തമാകുന്ന ഒരു മാസം കൂടിയാണ്. പഴയ കാര്യങ്ങൾ ആലോചിച്ച് രസിക്കും. പുതിയ ലോകമാണ് ശരിയെന്നും ചിലപ്പോൾ വാദിക്കുന്നതാണ്. ഇഷ്ടക്കുറവുണ്ടെങ്കിലും നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ഒരു രീതിയിലും ബുദ്ധിപരമായ തീരുമാനമല്ല. പുതിയ ജോലി കിട്ടുവാൻ കൂടുതൽ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു മാസം കൂടിയാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രമോഷന് അർഹതയുള്ള ലിസ്റ്റിലുണ്ടാകും. എന്നാൽ അത് പ്രാവർത്തികമാക്കുവാൻ അല്പം വൈകുകയും ചെയ്യുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള സന്ദർഭങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരും. കുടുംബജീവിതത്തിൽ എല്ലാ രീതിയിലും സന്തോഷവും സമാധാനവും പുലരുന്നതാണ്. വ്യവഹാരങ്ങൾക്ക് മുതിരാതിരിക്കുക. ബൗദ്ധിക വിനോദങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ചെലവ് നിങ്ങൾ ഈ മാസം എല്ലാ രീതിയിലും നിയന്ത്രിക്കേണ്ട ഒരു മാസം കൂടിയാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. 7-ലും 8-ലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ കാര്യവിഘാതം ഭവിക്കാം. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിൽ ഉത്സാഹം കുറയുന്ന ഒരു മാസം കൂടിയാണ്. നിദ്രാവിഹീനത, ഭക്ഷണത്തിൽ താൽപ്പര്യക്കുറവ് എന്നിവയുണ്ടാകും. 4-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ ജാഗ്രത വേണ്ട ഒരു മാസം കൂടിയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പിണങ്ങുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിയുടെ അഭിപ്രായം ചെവിക്കൊള്ളാത്തത് ഗൃഹത്തിൽ സ്വൈര്യക്കേടുണ്ടാക്കും. പ്രണയകാര്യങ്ങളിൽ ഉത്സാഹം നിങ്ങളുടെ വളരെയധികം കുറയുന്ന ഒരു മാസമാണ്. കൂട്ടുകച്ചവടത്തിൽ ലാഭം നാമമാത്രമാകും. അയൽ തർക്കങ്ങളിൽ കൂടുതൽ കരുതൽ വേണം. ജാമ്യം നിൽക്കുക, കരാറുകളിൽ ഒപ്പിടുക തുടങ്ങിയ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആഗ്രഹിക്കാത്ത യാത്രകളും ഈ മാസം വന്നു ചേരുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. ആലോചനകൾ പുനരാലോചനകളായി മാറിയാലും തീരുമാനത്തിലെത്താൻ വൈകുന്നതാണ്. ഇച്ഛയും ക്രിയയും തമ്മിൽ പൊരുത്തക്കേടുള്ളതായി തോന്നും. ഗൃഹനിർമ്മാണം എല്ലാ രീതിയിലും പതുക്കെ ആകുന്നതാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വളരെയധികം നിങ്ങൾ ക്ലേശിക്കുന്നതാണ്. സ്വതന്ത്രമായി ചെയ്തു പോയിരുന്ന ബിസിനസ്സിൽ നിന്നും സാമാന്യമായ ആദായം പ്രതീക്ഷിക്കാം. ബിസിനസ് യാത്രകൾ തെല്ല് ഗുണം ചെയ്യുന്നതാണ്. കാര്യമായ മുതൽ മുടക്കിലോ പുതിയ സംരംഭങ്ങൾക്കോ വേണ്ടത്ര ഗൃഹാനുകൂല്യം ഇല്ലാത്ത ഒരു സന്ദർഭമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. കരാറുകളിൽ വിശ്വാസമർപ്പിക്കാം. അന്യനാട്ടിൽ പഠനത്തിന് ജോലിക്കോ നടത്തുന്ന ശ്രമങ്ങൾ ഫലിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത വേണ്ട ഒരു മാസമാണ് രേവതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.